പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പസ്തോലിക സഭയിൽ വളരെ അനുഗ്രഹമുള്ള മറ്റൊരു സ്രോതസ്സുണ്ട്. അതിൻ്റെ പേരാണ് സഭയുടെ മജിസ്റ്റേരിയം. പ്രൈസ് ദി ലോർഡ്. എന്താ സഭയുടെ മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ? സഭയുടെ മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ തിരുസഭയിൽ ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞ സ്ഥാനം ദൈവം ഒരു മജിസ്റ്റേരിയമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം വിശുദ്ധരാണെങ്കിലും നമ്മൾ എത്രമാത്രം ഉയർച്ചയുള്ളവരാണെങ്കിലും ശരി, ആ ബിഷപ്പിൻ്റെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവരാജ്യ വ്യാപനം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ട് സാത്താൻ വളരെ കൗശലപൂർവ്വം അനേകരെ സഭയുടെ മജിസ്റ്റേരിയത്തിൽ നിന്ന് അകറ്റിക്കളയും. ഞാനൊരു നല്ല വൈദികനാണെന്നിരിക്കട്ടെ, വളരെ കൺകണ്ട വിശുദ്ധനായ വൈദികനാണെന്നിരിക്കട്ടെ, ഞാൻ അട്ടപ്പാടിയിൽ എനിക്ക് ബിഷപ്പ് ഒന്നും വിഷയമല്ല, ഞാൻ എൻ്റെ എല്ലാ കഴിവ് വെച്ച് നന്മ ചെയ്യുമെന്ന് പറഞ്ഞ് അട്ടപ്പാടി കുറേ നന്മ ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കുക, ദൈവരാജ്യം വളരുമോ? ദൈവരാജ്യം വളരുകയില്ല, സാത്താൻ്റെ രാജ്യം വളരും. ഞാൻ ആ നന്മയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഭയുടെ മജിസ്റ്റേരിയത്തോട് ചേരാതെ ഞാൻ എൻ്റെ എല്ലാ കഴിവ് ഉപയോഗിച്ച് രാപകൽ ഉപവസിച്ച് അധ്വാനിച്ച് എത്രമാത്രം നന്മ ചെയ്താലും ശരി, അത് ദൈവരാജ്യ വിപുലീകരണത്തിന് കാരണമാണെന്ന് നിർബന്ധമില്ല. ഞാനും നിങ്ങളും തിരുസഭയുടെ മജിസ്റ്റേരിയത്തെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തലിൻ്റെ ഭാഗമാണ് ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 11-12 തിരുലിഖിതങ്ങൾ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യൻ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ പൗലോസ് ലീഹായുടെ ദൈവവിളിനെ കുറിച്ച് പറയുകയാണ്. യേശു തിരഞ്ഞെടുത്ത 12 പേര്, ജീവിതകാലത്ത് യേശു പലസ്തീനയിൽ വെച്ച് തിരഞ്ഞെടുത്ത 12 പേരുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ബർത്തലോമിയ, തോമാസ്, അങ്ങനെ 12 പേര്. ആ 12 പേര് യേശുവിൻ്റെ ജീവിതകാലത്ത് നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. അങ്ങനെ യേശുവിൻ്റെ ആ പരസ്യ ജീവിതകാലം കഴിഞ്ഞ് യേശുവിൻ്റെ കുരിശുമരണത്തിനൊക്കെ അവർ സാക്ഷികളായിരുന്നു. അതിനുശേഷം അങ്ങനെ 12 പേര്, അതിൽ യൂദാസ് ലീഗ പോയി പകരം ഒരാളെ തിരഞ്ഞെടുത്ത്, അങ്ങനെ 12 പേരുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായ ഇടപെടലിലൂടെ പൗലോസ് എന്ന പേരുള്ള ഒരാളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സാവൂളിനെ തെരഞ്ഞെടുത്ത് പൗലോസാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിൻ്റെ പ്രത്യേകത ഒരുപാട് പഠിപ്പുള്ള ആൾ. ഈ മറ്റ് 12 സ്ലീഹന്മാരെക്കാൾ പഠിപ്പിലും ബുദ്ധിയിലും അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്നത് പൗലോസാണ്. ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പഠിച്ച് ഉന്നതമായ പഠന നിലവാരമുള്ള ആളാണ് പൗലോസ് ലീഗ. മറ്റ് സ്ലീഹന്മാർ അത്രമാത്രം പഠന നിലവാരമുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി പൗലോസ് ലീഗാനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് ലീഗ ചെയ്ത കാര്യം എങ്ങനെയാണ്? പൗലോസ് ലീഗ പിന്നെ അവിടേക്ക് ഇവിടേക്ക് നോക്കാൻ നിന്നില്ല. പൗലോസ് ലീഗ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. ആ അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്ന് പകല് ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ വിളിച്ച് പകല് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ക്ലൈമാക്സിൽ സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ വെളിപാടുകളായി പൗലോസിന് ലഭിച്ച്. ഹല്ലേലൂയ. മറ്റ് സ്ത്രീകന്മാർക്ക് എങ്ങനെ ലഭിച്ചത്? 12 പേർക്ക് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു പറഞ്ഞതും യേശു ചെയ്തതും കണ്ടും കേട്ടും അവർ മനസ്സിലാക്കിയതാണ്. നമ്മൾ എഴുതുന്നവർക്ക് നോട്ട് എഴുതിയിരുന്നോ? ഇല്ല. ഇങ്ങനെ വീഡിയോ ക്യാമറ വല്ലതും പിടിച്ചിരുന്നോ? മൊബൈലിൽ കൂടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നടന്നിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. കണ്ടും കേട്ടും, കുറേയൊക്കെ കണ്ടു, കുറേയൊക്കെ കേട്ടു, കുറേയൊന്നും കണ്ടില്ല. കുറേ സമയം ഉറങ്ങിപ്പോയി, കുറേ സമയം ആരാണ് വലുത്, നീയാണ് വലുത്, ഞാനാണ് വലുത് തർക്കിച്ചും വഴക്കടിച്ചും പോയി. കുറേ സമയം പ്രമാണിയുടെ വീട്ടിൽ പോയി കലവറയിൽ കയറി കഴിഞ്ഞു. അങ്ങനെ പല വിധത്തിൽ കുറേ സമയം പോയി. കുറച്ച് സമയം എന്തായാലും യേശു പറഞ്ഞത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 12 സ്ലീഹന്മാർ യേശു പറഞ്ഞത് മുഴുവനും കാണുക കേൾക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തായാലും ശരി, ഈ 12 സ്ലീഹന്മാരെക്കാൾ എരിവോടെ സുവിശേഷം സ്വീകരിച്ച ആളാണ് പൗലോസ് സ്ലീഹ. മരുഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ദൈവം അരുളപ്പാടുകളായി, വെളിപാടുകളായി ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസ് സ്ലീഹായ്ക്ക് കൊടുത്ത്. അതാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. കറയില്ലാത്ത സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സുവിശേഷം കിട്ടിയ സുവിശേഷ പ്രസംഗർ ലോകത്തെ ആരാ ഉള്ളത്? ഞാൻ ഇന്ന് വരെ പൗലോസ് ലീഗ അല്ലാതെ മറ്റൊരാളെ ഇതുപോലെ കണ്ടിട്ടില്ല.
നമ്മളെല്ലാം സുവിശേഷം പഠിക്കുന്നത് കാറ്റീസം പഠിച്ചപ്പോൾ കുറച്ച് പഠിച്ചു, ബൈബിൾ വായിച്ചപ്പോൾ കുറച്ച് മനസ്സിലാക്കി, മറ്റ് വചന പ്രഘോഷകർ പ്രസംഗിച്ചപ്പോൾ കുറച്ച് മനസ്സിലാക്കി. അങ്ങനെ കാറ്റീസത്തിലൂടെയും തിയോളജിക്കൽ കോളേജിലൂടെയും ബൈബിൾ വായിച്ചും മറ്റ് സുവിശേഷകർ പ്രസംഗിച്ച് കേട്ടും അങ്ങനെയാണ് നമ്മൾ സുവിശേഷം പഠിച്ചത്. എന്നാൽ പൗലോസ് ശ്ലീഹായെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് സുവിശേഷം ഇറക്കി കൊടുത്ത വെളിപാടുകളിലൂടെയും അരുളപ്പാടുകളിലൂടെയും പൗലോസ് ശ്ലീഹായ്ക്ക് സ്വർഗത്തിൽ നേരിട്ട് സുവിശേഷം ദൈവം ഇറക്കി കൊടുത്ത്. എന്നിട്ട് പൗലോസ് ശ്ലീഹ അവിടുന്ന് പിന്നെ ചെയ്തത് എന്താ? അവിടുന്ന് എഴുന്നേറ്റ് തിരിച്ചിങ്ങോട്ട് പോന്നു. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ വിശ്രമമില്ലാത്ത എരിപൊരി പിടിച്ചൊരു സുവിശേഷ പര്യടനങ്ങളാണ്, സുവിശേഷ പ്രസംഗങ്ങളാണ്. സുവിശേഷത്തിന് വേണ്ടി ചത്ത് പണിയെടുത്ത് എഫേസോസിലേക്ക് പോയി, കപ്പദോക്യയിലേക്ക് പോയി, ഏഷ്യ മൈനറിലേക്ക് പോയി, മാസിഡോണിയയിലേക്ക് പോയി, ഫിലിപ്പിയയിലേക്ക് പോയി, കിലിക്കിയയിലേക്ക് പോയി, അന്ന് പോകാൻ പറ്റിയ സ്ഥലത്തെല്ലാം പോയി പൗലോസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ച്. അത് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുലിഖിതത്തിലാണ്. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഡെമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ പൗലോസ് ശ്ലീഹയുടെ സുവിശേഷ വേലയിൽ ദൈവം നേരിട്ട് അത്ഭുതകരമായി വിളിച്ചു, ദൈവം നേരിട്ട് അത്ഭുതകരമായി സുവിശേഷം കൊടുത്തു. അതിനുശേഷം ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോട് 100% ചത്തു പണിയെടുത്ത ആളാണ് പൗലോസ് ശ്ലീഹ. അങ്ങനെ 14 വർഷം പൗലോസ് ശ്ലീഹ ചത്തു പണിയെടുത്ത്. 14 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിളിച്ചു, പോൾ പോൾ, പൗലോസേ പൗലോസേ. ഉടനെ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്റ്റോപ്പ് യുവർ പ്രീച്ചിങ്, നിന്റെ പ്രസംഗം നിർത്തൂ. ഉടനെ പൗലോസിലേക്ക് അത്ഭുതമായി. കാരണം വിളിച്ചത് പരിശുദ്ധാത്മാവാണ്, വെളിപാട് ചെയ്ത് സുവിശേഷം നേരിട്ട് ഇറക്കി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്, ഇതുവരെ നയിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വന്തം ഇഷ്ടാനുസരിച്ച് അല്ലല്ല പൗലോസ് ശ്ലീഹ പോയത്, പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ചാണ് പൗലോസ് ശ്ലീഹ പോയത്. മാത്രമല്ല പല സ്ഥലത്തും ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസിനെ മാറ്റി നിർത്തണമെന്ന് നേരിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നടപടി പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഇതാണ് പരിശുദ്ധാത്മാവ് പറയണത്. പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, മറ്റ് ശ്ലീഹന്മാർ പറയണത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ലേ? പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ലേ? ഈ പൗലോസും ബർന്നബാസും മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം ചെയ്യുന്നുള്ളൂ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും പൗലോസ് ശ്ലീഹയും തമ്മിൽ വലിയൊരു ബന്ധം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേഴ്സണൽ സെക്രട്ടറി പോലെ ആയിരുന്നു ഏതാണ്ട് പൗലോസ് ശ്ലീഹ. അങ്ങനെ 14 വർഷം ചത്ത് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? പോൾ പോൾ, നിന്റെ പ്രസംഗം നിർത്തൂ. എന്നിട്ട് പൗലോസ് ശ്ലീഹ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് പോകണം. അവിടെ പത്രോസ് എന്ന് പേരുള്ളൊരു മൂപ്പനുണ്ട്. നീ പത്രോസ് ശ്ലീഹയുടെ അവിടെയുള്ള പ്രധാനികളുടെ മുമ്പിൽ പോയി നീ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിക്കണം. അതാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പിന്നീട് 14 വർഷത്തിന് ശേഷം ബർന്നബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ച്. എന്താ സ്വകാര്യമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വകാര്യമാണോ പബ്ലിക്കാണോ? ഇത് പരസ്യമായ പ്രഖ്യാപനമാണ്. സ്വകാര്യമായ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഞാൻ പാലക്കാട് ചെല്ലുമ്പോൾ, ഞാൻ പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ ബിഷപ്പ് ഹൗസിലേക്ക് ചെല്ലും. എന്നിട്ട് പിതാവിൻ്റെ മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് പിതാവ് ഞാൻ മാത്രം ഇരിക്കുമ്പോൾ പിതാവിനോട് പറയും, പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് ഇന്ന വിഷയങ്ങളാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കുരിശിലെ മരണത്തെക്കുറിച്ച് ഇന്ന വിഷയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സഭയെക്കുറിച്ച് ഇന്ന ബോധ്യമാണ്, ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഉടനെ പിതാവ് ശ്രദ്ധിച്ച് നോക്കും. എന്നിട്ട് പിതാവ് പറയും, വട്ടായിലച്ച, അതിൽ ആ 2 പോയിന്റ് തിരുസഭയുടെ പ്രീച്ചിങ്ങിനോട് ചേർന്ന, അല്ലാതെ അച്ഛൻ്റെ സ്വന്തം തോന്നലാണ്. അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് സഭയുടെ പ്രബോധനം ഇന്ന പുസ്തകത്തിലുണ്ട്, അത് നോക്കൂ എന്നിട്ട് പറഞ്ഞ് അതങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ എൻ്റെ സ്വന്തം തോന്നലങ്ങോട്ട് മാറ്റിയിട്ട് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം അവിടെ അങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പേരാണ് സ്വകാര്യമായ അവതരണം. അതാണ് പൗലോസ് ശ്ലീഹയോട് പറഞ്ഞത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിൻ്റെ പേരാണ് സഭയുടെ മജിസ്റ്റേരിയം.
എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് എനിക്ക് തോന്നിയതെല്ലാം പ്രസംഗിക്കാൻ അനുവാദമില്ല. സഭയുടെ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സഭയുടെ ബിഷപ്പാണ്. നമ്മൾ സഭയുടെ മജിസ്ട്രേറ്റിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സഭയുടെ ബിഷപ്പിനോട് ചേർന്ന് നിൽക്കണം എന്നാണ്. ഞാൻ എത്ര വലിയ വിശുദ്ധനായാലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ തിയോളജിനാണെങ്കിലും, എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും, എത്ര വലിയ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിലും ശരി, ബിഷപ്പിനേക്കാൾ അല്ലെങ്കിൽ സഭയുടെ മജിസ്ട്രേറ്റിയേക്കാൾ ഉന്നതമാണെന്ന് ചിന്തിക്കരുത്. എത്രമാത്രം പഠിപ്പുള്ളവനും എത്രമാത്രം അഭിഷേകമുള്ളവനും ആര് തന്നെ ആയിക്കോട്ടെ, നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സഭയുടെ ക്രമീകരണം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സഭയിലെ മജിസ്ട്രേറ്റിയത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എല്ലാ കാര്യത്തിലും പത്രോസിനേക്കാളും മറ്റുള്ളവരെക്കാളെല്ലാം മുൻപന്തി നിറഞ്ഞ പൗലോസ്ലീഗയാണ്. വിശുദ്ധിയുടെ കാര്യത്തിലും, അപ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും, പഠിപ്പിൻ്റെ കാര്യത്തിലും, പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിലും, സുവിശേഷങ്ങളുടെ കാര്യത്തിലും, ചത്ത് പണിയെടുത്ത കാര്യത്തിലും, എല്ലാത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ പൗലോസ്ലീഗയിൽ കൂടുതൽ വ്യാപരിച്ചിരുന്നു. വരദാനങ്ങളും കൂടുതലുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധിയും വരദാനവും അഭിഷേകവും ചത്ത് പണികളും ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത് മജിസ്ട്രേറ്റിയമാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ്ലീഗയുടെ ലേഖനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതങ്ങളിൽ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഹല്ലേലൂയ. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വ്യാഖ്യാനിക്കാൻ, എൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ എൻ്റെ ദൈവമായ കർത്താവ് ഇതിന് അനുവാദം തരുന്നില്ല. ബൈബിൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും തിരുസഭയുടെ മജിസ്ട്രേറ്റിയത്തോട് ചേർന്ന് നിന്ന് വചനം കേൾക്കണം. ഞാൻ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ തിരുസഭയുടെ മജിസ്ട്രേറ്റിയത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യണം. അവിടെയാണ് അതിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്, അവിടെയാണ് അതിൻ്റെ അത്ഭുത ശക്തി ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ എൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഞാനൊരു വൈദികനായിരുന്നെങ്കിലും എൻ്റെ ബിഷപ്പിനോട് അധികം ഒന്നും കൂട്ടായ്മയില്ലാതെ എന്ന് എതിർക്കൊന്നുമില്ല. എനിക്ക് തോന്നിയ നന്മകളെല്ലാം ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവ് ദൈവവചന പ്രകാരം വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ബിഷപ്പിനോട് ചേർന്ന്, ബിഷപ്പിന് കീഴ്പ്പെട്ട്, ബിഷപ്പിൻ്റെ 100% നിയന്ത്രണത്തിൽ ബിഷപ്പിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിധേയത്വത്തിലും അനുസരണത്തിലും ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ട് ഞാൻ ചത്ത് പണിയെടുത്തിട്ടുണ്ടായിരുന്നതിനേക്കാൾ അനേക ഇരട്ടി ദൈവരാജ്യ ശക്തി ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നത് ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കറിയാം, ഞാനല്ല, മനത്തോടത്ത് പിതാവിലൂടെ വ്യാപരിക്കുന്ന അഭിഷേകമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയിൽ പരിശുദ്ധാത്മാവിന്റെ ക്രമീകരണമാണത്. അങ്ങനെ ഞാൻ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെ സാത്താന്റെ തല തകരും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. 2 വൈദികര് ഒരു സ്ഥലത്ത് നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുക. ഒരച്ഛൻ, വളരെ ശക്തിയുള്ള അച്ഛൻ പറയാണ്, പിശാചെ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുകയാണ്. പിശാച് ബാധിച്ച ആള് ഊറി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു ഇനിയും പറഞ്ഞു എന്ന് പറഞ്ഞ് ഊറി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മറ്റേ അച്ഛൻ ചോദിച്ചു, പിശാച് നിനക്ക് പേടിയില്ലേ? പൗരോഹിത്യത്തിൽ അച്ഛനെ പറയണത്, മര്യാദയ്ക്ക് നിനക്ക് പേടിയില്ലെന്ന് ചോദിച്ചു. ഉടനെ പിശാച് പറയാണ്, ആ അച്ഛൻ പറഞ്ഞ് ഞാൻ പേടിക്കുകയല്ലെന്ന് പറഞ്ഞു. ഈ അച്ഛൻ പറഞ്ഞാൽ പേടിക്കുക, ആ അച്ഛൻ പറഞ്ഞാൽ പേടിക്കുകയെന്ന് പറഞ്ഞു. ഉടനെ മറ്റേ അച്ഛന് ദേഷ്യമായി. പൗരോഹിത്യമാണ്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ്. ഉടനെ പിശാച് പറയാണ്, അതെ, ഈ അച്ഛൻ പിതാവിൻ്റെ അടുത്ത് പോയി എത്ര കാലം എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഈ അച്ഛൻ വാർഷികധ്യാനം കൂടിയൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പം പറയാണ്, പല ധ്യാന തിരക്കിൻ്റെ ഇടയ്ക്ക് വാർഷികധ്യാനത്തിന് പോകാൻ ആ വർഷം പിതാവുമായുള്ള കണക്ഷനെല്ലാം മുറിഞ്ഞു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ പിശാചിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ആത്മീയ ശുശ്രൂഷകളും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ശക്തി വ്യാപരിക്കുമ്പോൾ തിരുസഭയുടെ മജിസ്ട്രേറ്റിയത്തോട് ചേർന്ന് നിന്നാൽ ഇലക്ട്രിക് പവർ പോലെ വലിയൊരു ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയുടെ ശക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, സ്വന്തം ആരോഗ്യത്തിൻ്റെ ശക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ ചെറിയ അച്ഛൻ, ആ പാവപ്പെട്ട അച്ഛൻ പറഞ്ഞു, പിശാച് നീ മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു. പിശാച് ഒരു പ്രശ്നം ഉണ്ടാകാതെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. നോക്ക് ബിഷപ്പിനുള്ള ബന്ധത്തിൻ്റെ പവർ. ഹല്ലേലൂയ. ഇത് സാത്താൻ അറിയാവുന്നതുപോലെ സാത്താൻ വളരെ കൗശലം ചെയ്യുന്ന കാര്യമുണ്ട്. ജനങ്ങൾക്ക് ബിഷപ്പിനോട് എതിർപ്പ് തോന്നിപ്പിക്കും. വൈദികർക്ക് ബിഷപ്പിനോടുള്ള കണക്ഷൻ കുറയാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ബിഷപ്പിനോട് ഒരു മതിപ്പില്ലാതെ, ഒരു അടുപ്പം തോന്നാതെയാകും.
നമ്മുടെ ഈ രൂപതയിലെ കാര്യമല്ല ഞാൻ പറഞ്ഞ. പൊതുവെ ലോകത്തിൽ മൊത്തം കാണുന്നൊരു പ്രതിഭാസം പറയാണ്, സഭയുടെ മജിസ്റ്റേരിയത്തോട് ഒരു തുറവിയും ഒരു വൈകാരിക അടുപ്പവും ഒരു സ്നേഹവും തോന്നാത്ത വിധത്തിൽ മനസ്സിൽ കരടുകൾ സാത്താൻ കൊണ്ടുവന്നിടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയെ വൈകാരികമായി സ്നേഹിക്കണം. സഭയുടെ മജിസ്റ്റേരിയത്തെ വൈകാരികമായി സ്നേഹിക്കണം. എവിടെയാണോ ബിഷപ്പ് അവിടെയാണ് സഭ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, എവിടെയാണോ ബിഷപ്പ് അവിടെയാണ് സഭ. ബിഷപ്പിന് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് വലിയൊരു ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, തിരുസഭയുടെ ക്രമീകരണത്തിൽ സഭയുടെ മജിസ്റ്റേരിയത്തിന് വലിയ നിർണായകമായൊരു സ്ഥാനമാണ് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-31-32 വാക്യങ്ങൾ. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റാൻ ഉദ്യമിച്ചു. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3 മുതൽ തിരുലിഖിതങ്ങളിൽ, എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന് മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഇതുപോലെ വിശ്വാസത്യാഗത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന കാലമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് സഭയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും, ഏത് അടിത്തറയിൽ നിൽക്കുന്നവനാണെങ്കിലും ശരി, കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്. യേശുവിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ കുറ്റം പറഞ്ഞ്, തമ്മിൽ എതിർത്ത്, തമ്മിൽ ചെളി വാരി എറിഞ്ഞ് ഇവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വരും തലമുറയുടെ വിശ്വാസമാണ് നശിച്ചു പോകുന്നത്. ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഒരേ വിശ്വാസമുള്ളവർ, ഒരേ യേശു വിശ്വസിക്കുന്നവർ തമ്മിൽ ദുഃഖിപ്പിച്ച്, തമ്മിൽ ദുർബലപ്പെടുത്തി, തമ്മിൽ തല്ലി തകർന്ന് ഇവിടെ യേശുവിലുള്ള വിശ്വാസമാണ് നശിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്. എങ്ങനെയെങ്കിലും 10 ആത്മാക്കളെ ദൈവത്തിലേക്കും വിശ്വാസത്തിലേക്കും യേശുവിലേക്കും സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് പരമാവധി ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഈ എതിർ ശക്തിയുടെ അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ ശക്തി എത്രയുണ്ടെന്ന് 2 തെസ്സലോനി 2-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാവരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. ദൈവവിളിയുള്ളവർ ഉണർന്ന് സംസാരിച്ചാൽ, ഉണർന്ന് പ്രവർത്തിച്ചാൽ അവിടെ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. സാത്താന്റെ തല തകരും. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. അനേകം ബാലികാബാലന്മാരും അനേകം വിദ്യാർത്ഥിനികളും അനേകം ദേശങ്ങളിലിരുന്ന്, രാജ്യങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെ, കുടുംബങ്ങളെല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ,
ജ്ഞാനം നൽകുന്ന, വെളിപാട് നൽകുന്ന, സൗഖ്യം നൽകുന്ന, വിശുദ്ധി നൽകുന്ന ആത്മാവെ ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ വലിയ ആത്മീയ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, കുഞ്ഞുങ്ങളിൽ നിറയണമേ, എല്ലാ കുഞ്ഞു പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിൽ നിറയണമേ, എല്ലാ വിദ്യാർത്ഥികളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിൽ നിറയണമേ, രോഗമുള്ളവരും പഠിക്കാൻ തടസ്സമുള്ളവരെ കുട്ടികളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളിൽ നിറയണമേ, കുഞ്ഞുങ്ങളിൽ നിറയണമേ, കുഞ്ഞുങ്ങളിൽ നിറയണമേ. Hallelujah, Maranatha. Come, Lord Jesus. ഞാൻ പാലായിലെ ഉരുളകുന്ന് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ്. 4 മാസം മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ ചെവിയുടെ താഴെ ഒരു നീര് വന്നു. അത് ഹോസ്പിറ്റലിൽ കൊണ്ടാ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണെന്ന്. ഇങ്ങോട്ട് പ്രാർത്ഥനാ സഹായം എൻ്റെ ചേച്ചി ആവശ്യപ്പെട്ട് വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ പറഞ്ഞു. അതനുസരിച്ച് ആ നീരിൽ നിന്ന് കുത്തിയെടുത്ത് ഭയങ്കര പഴുപ്പായിരുന്നു. കുത്തിയെടുത്തപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ അറിയിച്ചു. എങ്കിലും ആ നീര് ഒരു മുഴ പോലെ അവിടെ അവശേഷിച്ചു. ഒരു മുഴ പോലെ അതവിടെ ഉയർന്നു നിൽക്കുകയായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വേദനയായിരുന്നു. അത് ഇവിടെ വിട്ട് എൻ്റെ ഭർത്താവിനെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കാവുന്ന നേർന്നതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ വട്ടായിലച്ചൻ വിളിച്ചു പറഞ്ഞു ചെവിയുടെ താഴെ മുഴയായിട്ട് ക്യാൻസർ ആണെന്ന് വിഷമിച്ച് കഴിയുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന്. ആ നിമിഷം തന്നെ അവിടെ ഭയങ്കരമായി പനി പോലെ ചൂട് അനുഭവപ്പെട്ടു. ആ മുഴ അപ്രത്യക്ഷമായി. യേശുവേ നന്ദി. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ആ ഒരു ദുഃഖത്തോടും ഭാരത്തോടും കൂടെ ആ ചെവിയുടെ പുറകിലെ മുഴയും വെച്ചത് ക്യാൻസറായി മാറുമെന്ന് പേടിച്ച് വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു സന്ദേശം തന്നു. ഇതാ ചെവിയുടെ പുറകിൽ മുഴ, ഇത് ക്യാൻസർ ആകുമെന്ന് ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. തൽക്ഷണം ചെവിയുടെ പുറകിൽ നിന്ന് മുഴ അപ്രത്യക്ഷമായി. അവിടെ പനി പിടിച്ചതുപോലെ ചൂട് മാത്രം അവശേഷിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ വിളിച്ചപേക്ഷിച്ചവരോട് എങ്ങനെ യേശു പ്രവർത്തിച്ചോ അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. എൻ്റെ വീട് പുത്തൻവേലിക്കര. എൻ്റെ മകളുടെ കാലിൻ്റെ അസുഖം, കാലിന് 2-3 വർഷമായിട്ട് കാലിൻ്റെ പാദത്തിൻ്റെ അടി മുഴുവൻ വിണ്ട് കീറി അതിൽ നിന്ന് ബ്ലഡ് ഒഴുകുമായിരുന്നു. അങ്ങനെ വിണ്ട് കീറി വ്രണം പിടിച്ച് കാലിൻ്റെ അടി. അപ്പോൾ ശരിക്കും ചെരുപ്പ് കട്ട പിടിച്ചിട്ട് വലിച്ചു പറിച്ചു അതുമാതിരി ചലവും ചോരയെല്ലാം ഒഴുകണ വിധത്തിൽ അതുപോലെ അവൾക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കൊണ്ടു നടന്ന് അത് കഴിഞ്ഞ് അലോപ്പതി കാണിച്ചു. ഒരുപാട് നാളായി അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ
എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ മാസം ഈ മാസാദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ എൻ്റെ മകളെ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. എൻ്റെ ഭർത്താവും ഞാനും കൂടി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് പേര് സാക്ഷിയൊക്കെ പറയണ കേട്ടപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ നാണക്കേട് പോലെ തോന്നി. ഇങ്ങനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമാവോ? അപ്പം അച്ഛൻ പറഞ്ഞു ഒരുപാട് വീട്ടിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവും ഞാനും. പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകളെ അന്ന് ഞാൻ ചെന്ന് പ്രാർത്ഥനയ്ക്ക് അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒന്നും കാല് നോക്കിയിരുന്നില്ല. പക്ഷേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് അവൾ കാല് മുട്ടുകുത്തിയിരുന്നപ്പോൾ അവളുടെ പാദത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ ഒരു പാട് പോലും ഇല്ലാതെ രാത്രിക്ക് 24 മണിക്കൂർ ഇവർ തിരിച്ചു എന്ന് നോക്കുമ്പം കുട്ടിയുടെ കാൽപാദങ്ങൾ പരിപൂർണമായി സൗഖ്യപ്രാപ്തി, ഒരു പാട് പോലും ഇല്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് അത്ഭുത കർത്താവിനെ ആരാധിക്കട്ടെ. സന്തോഷത്തോടെ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈത്താനിട്ട് ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈത്താനിട്ട് ലോകത്തിൽ ഈ കാലത്തിൽ. കരങ്ങൾ ഉയർത്തിയടിച്ച് പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.